പ്രിയപ്പെട്ടവരെ, ഈ മീസാനിൽ തൂക്കപ്പെടുന്നത് എന്താണ്? ഒരുപക്ഷെ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ കേട്ടിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമെന്നാണെങ്കിൽ ആ കർമ്മങ്ങൾ എങ്ങനെയാണ് തൂക്കപ്പെടുക? കർമ്മങ്ങൾ എങ്ങനെയാണ്? ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ നമുക്ക് പറയാം അതിങ്ങനെയാണെന്ന്. പക്ഷേ കർമ്മങ്ങൾ, ഒരു പ്രവർത്തനം എങ്ങനെ തൂക്കപ്പെടും? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ എന്താണോ വന്നത് അതങ്ങനെ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ. മരണത്തിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ നമ്മെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള റബ്ബിന് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ തൂക്കുക എന്നുള്ളത്, അത് അളക്കുക എന്നുള്ളത്, അതിൻ്റെ തൂക്കം നോക്കുക എന്നത് അള്ളാഹ്ക്ക് വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന റബ്ബിന് കർമ്മങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്, അത് തൂക്കി നോക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമേ അല്ല. എങ്കിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് തൂക്കപ്പെടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ആ ഒരു വാക്കിന്റെ പ്രത്യേകത പറയേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. എന്തിനേറെ ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗാവകാശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനാഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവ ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉള്ള ഒരു പ്രത്യേകത കേട്ടോ. നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവന്റെ മുന്നിൽ ഫയൻഷുറു അലൈഹി 99 സിജില്ല, അവന്റെ മുന്നിൽ 99 ഗ്രന്ഥങ്ങൾ വെക്കും. 99 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ ഇങ്ങനെ വെക്കും. ആ ഏടുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു സുജില്ലിൻ മിസ്ല മദ്ദൽ ബസർ. കാഴ്ചയെത്താത്തിടത്തോളം അഥവാ അങ്ങേയറ്റം വരുന്നത് വരെ നീണ്ടു കിടക്കുന്ന എഴുത്തുകളാണ് അതിലുള്ളത്. ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ, അത് മുഴുവൻ അതിലുണ്ട്. 99 ഗ്രന്ഥങ്ങൾ, അത് മുഴുവൻ തിന്മകളുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരും. എന്നിട്ട് അവന്റെ മുന്നിൽ അത് നിവർത്തപ്പെടും. എന്നിട്ട് സുമ്മ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ കൊണ്ടുവരപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിനക്ക് ഒരു വിശ്വാസക്കുറവുണ്ടോ? നീ നിഷേധിക്കുന്നുണ്ടോ? അതുമാത്രമല്ല, അദ്ലമക കതബതി അൽ ഹാഫിദൂൻ, ഞാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളില്ലേ, ആ മലക്കുകൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടോ? ആ ചോദ്യം എന്താണെന്നറിയോ? നീ ചെയ്തതൊക്കെ തന്നെയല്ലേ ഇതിലുള്ളത്. നീ ചെയ്യാത്ത വല്ലതും ഇവർ എഴുതി വെച്ചിട്ടുണ്ടോ? നീ പറയാത്ത വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല എല്ലാം കൃത്യമാണോ എന്ന ഒരു ചോദ്യമാണ്. ആ സമയത്ത് ആ വ്യക്തി വളരെ നിരാശയോടുകൂടി പറയും, ലാ യാ റബ്ബ്, റബ്ബേ ഒന്നുമില്ല. എന്താണോ എഴുതിയിട്ടുള്ളത് അത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എഴുതപ്പെട്ടത് മുഴുവൻ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ്. വീണ്ടും അവനോട് ചോദിക്കും, അഫലക ഉദുറുൻ, നിനക്ക് വല്ല ഉദുറുകളും വല്ല ഒഴിവുകഴിവും പറയാനുണ്ടോ? ഒന്ന് ഒഴിവാക്കി തരാനോ വേറെന്തെങ്കിലും വല്ലതും പറയാനുണ്ടോ? ആ സമയത്ത് അയാൾ വീണ്ടും പറയും, ലാ യാ റബ്ബ്, ഒന്നുമില്ല. അയാൾ ഇങ്ങനെ പേടിച്ച് വിറക്കുന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. കാരണം അയാളുടെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾക്കാകട്ടെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെയുള്ള ആ ആളെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവനോട് ചോദിക്കാണ്, അവന്റെ കാര്യത്തിൽ പറയാണ്, ലക ഇൻദനാ ഹസനതൻ ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, എന്നാലേ നിന്റെ അടുക്കലുള്ള ഒരു നന്മ അതുകൂടി എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും നിന്നോട് ഒരു നിലക്കും ദുൽമ കാണിക്കൂല, അക്രമം കാണിക്കുന്നതേ ഇല്ല. എന്നിട്ട് ഫതുഖ്റജു ബിതാഖതൻ ഫീഹാ, ഒരു ബിതാഖ അങ്ങോട്ട് കൊണ്ടുവരും, ഒരു കാർഡ്. ആ മനുഷ്യന്റെ മുന്നിൽ ഒരു കാർഡ് കൊണ്ടുവരും. ഫീഹാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ആ ഒരു ബിതാഖയിലുള്ളത്, ആ കാർഡിലുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആ ഒരു വാക്കാണ് അതിലുള്ളത്. എന്നിട്ട് ഫയഖൂലു ഇഹ്ദുർ വസ്നക, ഇതാ നിന്റെ മറ്റേ തട്ടുണ്ടല്ലോ, ആ 2 തട്ടുകളിൽ, നിന്റെ 2 ത്രാസുകളിൽ, ഒന്നിൽ 99 ഗ്രന്ഥങ്ങൾ മുഴുവൻ തിന്മകൾ വെച്ചിട്ടുണ്ട്, രണ്ടാമത്തതിൽ ബിതാഖ വെക്കും. ആ വെക്കുന്നത് വെക്കാൻ വേണ്ടി പറയുമ്പോൾ തന്നെ അയാൾ ചോദിക്കും, യാ റബ്ബ് മാ ഹാദിൽ ബിതാഖ, റബ്ബേ ഈ ഒരു കാർഡ് കൊണ്ട് എന്താ ഉള്ളത്? അതിലാകെ ഒരൊറ്റ വാചകമാണ് എൻ്റെ കയ്യിലുള്ളത്.
ബാക്കിയാകട്ടെ നിരന്നു നിൽക്കുന്ന 99ഓളം ഗ്രന്ഥങ്ങൾ കണ്ടെത്താ ദൂരത്തോളം എഴുതി വെച്ച രൂപത്തിൽ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് ഫഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ലാ തുലം, നീ ഒരിക്കലും ആക്രമിക്കപ്പെടില്ല, നീ ദ്രോഹിക്കപ്പെടില്ല. എന്നിട്ട് ആ ഒരു സിജില്ലയിൽ ആ ഒരു ബിതാഖ എടുത്തുകൊണ്ട് അതിന്റെ തട്ടിൽ വെക്കുന്നതും ഫതൂദഉൽ സിജില്ലാത്തു ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ, ഒരു തട്ടിൽ ആ മനുഷ്യന്റെ എല്ലാ തിന്മകളും ഉൾക്കൊള്ളുന്ന 99 ഗ്രന്ഥങ്ങളും വെക്കും, മറ്റേ തട്ടിലാകട്ടെ ഈ ഒരു ബിതാഖ മാത്രം വെക്കും. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്തതാ അവന്റെ ബിതാഖ, അവൻ ചൊല്ലിയിട്ടുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് അത് കനം തൂങ്ങുന്നു. അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം, ഈ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ഹദീസിലൂടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നിരാശരാവണ്ട. എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാനും നമ്മൾ റെഡിയായാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ട് എന്നുകൂടി തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ മീസാൻ നാളെ പരലോകത്ത് വെക്കപ്പെടുമ്പോൾ അതിൽ തൂക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ദിക്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താൻ, രണ്ട് പദങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ നൈർമല്യമുള്ളതാണ്, സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ അതിയായി കനം തൂങ്ങുന്നതുമാണ്, ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകന് അതിയായ ഇഷ്ടമുള്ള രണ്ട് പദങ്ങളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളത്. ആ രണ്ട് പദങ്ങൾ, രണ്ട് കലിമത്തുകൾ അറിയാത്തവരാരുണ്ടാവില്ല. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട് വാക്കുകൾ സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അത് നിറയും, അതിൻ്റെ കനം തൂക്കും, ധാരാളമായി കൊണ്ട് കനം തൂങ്ങുന്ന, നന്മയുടെ തട്ട് തൂങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രാവിലെ കണ്ണു തുറന്നത് മുതൽ അൽഹംദുലില്ലയുടെ വാചകങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എഴുന്നേറ്റാൽ പറയണം അൽഹംദുലില്ലാഹ്, വസ്ത്രം ധരിച്ചാൽ പറയണം അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചാൽ പറയണം അൽഹംദുലില്ലാഹ്. അതിലേക്കെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേറെയും വാക്കുകളുണ്ട്. എന്തിനേറെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ കച്ചവടം എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, മക്കൾ എങ്ങനെയുണ്ട്, കുടുംബം എങ്ങനെയുണ്ട്, എല്ലാത്തിനും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതിൻ്റെ പ്രത്യേകത എന്താ? അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, മീസാൻ ഇങ്ങോട്ട് നിറച്ചു കളയുന്നു. മീസാനിൻ്റെ തട്ട്, നന്മയുടെ തട്ട് നിറയുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം. പല ആളുകളും നാവിൽ അൽഹംദുലില്ലാഹയാണ്, ഖൽബിൽ അൽഹംദുലില്ലാഹ് ഇല്ല. വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നങ്ങോട്ട് ബാക്കി പറയുന്നത് മുഴുവൻ പ്രാരാബ്ദങ്ങളുടെ കെട്ടുകളായിരിക്കും, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിയില്ലാത്ത വാക്കുകളായിരിക്കും. അതല്ല അൽഹംദുലില്ലാഹ്. എന്തുണ്ടെങ്കിലും അത് പറയാൻ, ഒരു മനുഷ്യൻ ആക്സിഡന്റായി രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്. കാരണം അത് പറയാൻ അവനിപ്പോഴും ജീവനുണ്ട്. അതന്നെ അൽഹംദുലില്ലാഹ്. കച്ചവടം ചെയ്ത് എല്ലാം പാപ്പരായി പോയി, അവൻ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, എന്നാലും അൽഹംദുലില്ലാഹ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും എനിക്കിപ്പോഴും ജീവിക്കാനുള്ള ഒരു അർഹതയുണ്ടല്ലോ. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് മാറാം. അൽഹംദുലില്ലാഹ്. അതാണ് അൽഹംദുലില്ലാഹ്. മീസാൻ അത് നിറച്ചു കളയുമെന്നുള്ള വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത്. വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീസാൻ അത് കനം തൂക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബഖിൻ ബഖിൻ, ഒരു വാക്ക് ഇങ്ങനെ ഉച്ചരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅശാറ ബിയദിൽ ഖമീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകൊണ്ട് 5 എന്ന് കാണിച്ചു. എന്നിട്ട് പറയാണ്, മാ അസ്അലുഹുന്ന ഫിൽ മീസാൻ, മീസാനിൽ ഈ 5 കാര്യങ്ങളോളം കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. മീസാനിൽ കനം തൂങ്ങുന്ന 5 കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ എത്ര തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.
എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചൊല്ലുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇതെൻ്റെ മീസാൻ കനം തൂക്കുന്ന പ്രവർത്തനമാണ്? ഞാൻ ഈ ചൊല്ലുന്നതിലൂടെ ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, ഒരു അൽഹംദുലില്ലാഹ് പറയുമ്പോൾ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, ഒരു അല്ലാഹു അക്ബർ പറയുമ്പോൾ എൻ്റെ മീസാൻ ഇങ്ങനെ നിറയുന്ന പ്രവർത്തനമാണിത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ആ ഒരു നിയ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്, അത് ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവുക. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ല. ആത്മാർത്ഥമായി നാളെ പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ കഴിയണം. ഈ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകളുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞതെങ്കിൽ, 5ാമത്തെ ഒരു കാര്യം ഇതിലേക്ക് ചേർത്ത് പറഞ്ഞു. അതാണ് പരീക്ഷണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വൽ വലദു സ്വാലിഹ്, സ്വാലിഹായ ഒരു മകൻ, യുതവഫാ ലിൽ മർഇൽ മുസ്ലിം, മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകൻ മരിച്ചു, സ്വാലിഹായ മകൻ മരിച്ചു. ആ വാപ്പാന്റെ കൽബ് പടയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ അയാൾ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. വയഹ്തസിബുഹു, നാളെ പരലോകത്ത് ഞാൻ ഈ ക്ഷമിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് പ്രതിഫലം നൽകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള മീസാൻ, അയാളുടെ മീസാൻ നിറയുന്നു. മക്കൾ മരണപ്പെട്ടു, വേണ്ടപ്പെട്ടവർ മരിച്ചു, ഒരു പക്ഷേ നമ്മുടെ കൽബ് പടയും. പ്രിയപ്പെട്ടവരെ, സ്വബോധം നഷ്ടപ്പെടും, പലതും നാവുകളിലേക്ക് വരും. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയണം. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും പരീക്ഷണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണുള്ളത്. ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, നമ്മുടെ ഒരു അക്കാദമിയിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഏകദേശം ഒരാഴ്ചയായി വെന്റിലേറ്ററിലാണുള്ളത്. ഓരോ ദിവസവും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ മെസ്സേജ് അയക്കും, കരഞ്ഞുകൊണ്ടാണ്. കാരണം ആ കുട്ടി ജനിച്ചത് മുതൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പോലും ആ ഉമ്മ മെസ്സേജ് അയച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം, നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുട്ടിക്ക് ജീവിക്കുക എന്നത് ഖൈറാണെങ്കിൽ ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് മാറ്റാൻ. കാരണം വേദന കൊണ്ട് കുട്ടി എരിപിരി കൊണ്ടുകൊണ്ടിരിക്കണം. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ്, ഒരു ഉമ്മക്കും താങ്ങാൻ കഴിയാത്ത രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ കുട്ടിയുടെ അസുഖം പരിപൂർണമായി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മ വീണ്ടും പറഞ്ഞു, അതല്ല, എൻ്റെ കുട്ടിയുടെ മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ അതിലേക്ക് അല്ലാഹുവോട് എത്തിക്കാൻ വേണ്ടി പറയും. കാരണം അത്രത്തോളം പ്രയാസത്തിൽ, അങ്ങനത്തെ ഒരു പ്രയാസത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസി മരണം മുന്നിൽ കാണുമ്പോൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുക, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കുക. ആ കുട്ടിയുടെ ഒരു അവസ്ഥ വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അല്ലാഹു പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. എന്താണോ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള അവസ്ഥ, ഏറ്റവും കൂടുതൽ അറിയുന്നത് റബ്ബാണ്. ആ റബ്ബ് അതിലേക്ക് എത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും, പല ആളുകളുടെയും അനുഭവത്തിലുണ്ടാകും. ഭാര്യ പ്രയാസപ്പെടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, മക്കൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതാർക്കാ കഴിയുമെന്നറിയോ? വിശ്വാസികൾക്ക് മാത്രം, വിശ്വാസികൾക്ക് മാത്രം. വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷേ വിശ്വാസിക്കോ, എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ മക്കൾ മരിച്ചു, എൻ്റെ കുടുംബത്തിലെ ഇന്ന ആളുകളൊക്കെ മരിച്ചു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു വാക്ക് പറയാൻ വിശ്വാസിക്കാൻ കഴിയുക. കാരണം എന്താണെന്നറിയോ? എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടാലും പരലോകത്തിൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടും. ഇവിടുന്ന് എൻ്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടാലും പരലോകത്ത് ഞാനും എൻ്റെ വാപ്പയും സ്വർഗത്തിലേക്ക് കടക്കും. ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണം വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ജീവിക്കാൻ കരുത്ത് നൽകുന്ന ഒന്നാണ് ശരിക്ക് പരലോക വിശ്വാസം എന്ന് പറഞ്ഞത്, അല്ലേ? ഇന്നത്തെ ആളുകളൊക്കെ, ചില ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടും ആക്ഷേപം പറഞ്ഞുകൊണ്ടും എന്ത് പരലോകം, ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാണ്. ശരി, നിങ്ങൾ പറഞ്ഞ വാദവുമായിട്ട് വരാം. ഈ ലോകത്തിന് ശേഷം പിന്നെ മരണമില്ല, മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമല്ല. അങ്ങനെ ഒന്ന് വിശ്വസിച്ചു നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സമാധാനം നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കൊരു പക്ഷേ മദ്യപിക്കാൻ ലൈസൻസ് കിട്ടിയെന്ന് വരാം, തോന്നിവാസങ്ങൾ ചെയ്യാൻ ലൈസൻസ് ആയി എന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾക്ക്, ആ നഷ്ടങ്ങൾക്ക് നികത്താൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ വിശ്വാസിക്കതല്ല. ഇവിടെ നഷ്ടപ്പെടുന്നതെല്ലാം പരലോകത്തിന് കിട്ടും, എനിക്കിട്ട് കിട്ടും. കാരണം എന്താ? എൻ്റെ റബ്ബ് എനിക്ക് തരാൻ കഴിവുള്ളവനാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവരുന്ന എൻ്റെ റബ്ബിന് എൻ്റെ മകനെ കൊണ്ടുവരാൻ കഴിയും, എൻ്റെ മകളെ കൊണ്ടുവരാൻ കഴിയും, എൻ്റെ ഭാര്യനെ കൊണ്ടുവരാൻ കഴിയും, എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ കഴിയും. എനിക്ക് സുന്ദരമായ ഒരു ജീവിതം പരലോകത്തവൻ നൽകുകയും ചെയ്യും. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ പരലോക വിശ്വാസത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ആ ഒരു നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. 4ാമത്തെ കാര്യം,
മീസാനിൽ ഖനം തൂങ്ങുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് സൽ സ്വഭാവം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖി ഹസൻ. സൽ സ്വഭാവത്തോളം മീസാനിൽ ഖനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, വ ഇന്നല്ലാഹ ലയബ്ഗദുൽ ഫാഹിഷൽ ബദീ. അശ്ലീലം കലർന്ന വാക്കുകൾ പറയുന്ന ആളുകൾ അള്ളാഹു അങ്ങനത്തെ ആളുകളെ വെറുക്കുന്നുണ്ട്. ആ വാചകം നോക്കിയേക്ക്. സൽ സ്വഭാവത്തെ എണ്ണിയ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മീസാനിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതോടൊപ്പം അശ്ലീലത പറയുന്ന, മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ആളുകളെ അള്ളാഹു വെറുക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് നമ്മളിങ്ങനെ നോക്കുക, ഈ രണ്ട് വാചകങ്ങൾ നോക്കുക. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒന്നുകിൽ നമ്മുടെ പരലോകത്ത് മീസാനിൻ്റെ നന്മയുടെ തട്ടിലേക്കുള്ളതാണ്, അതല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കുള്ളത്. നമ്മുടെ നാലേജ് നോക്കിക്കാണും. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മുടെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ, മക്കളോട് സംസാരിച്ചപ്പോൾ, ജോലിക്കാരോട് സംസാരിച്ചപ്പോൾ, കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വന്ന പദപ്രയോഗങ്ങൾ സൽ സ്വഭാവത്തിൻ്റെതായിരുന്നോ അതല്ല അശ്ലീലതകളും അതേപോലെ തന്നെ മോശമായ വാക്കുകളും അത്തരത്തിലുള്ള പദങ്ങളുമായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. എപ്പോഴും ഒരു വിശ്വാസിൻ്റെ മനസ്സിലുണ്ടായി മതി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാണുകയാവട്ടെ, കേൾക്കുകയാവട്ടെ, പറയുകയാവട്ടെ, അത് ഒന്നുകിൽ നന്മയുടെ തട്ടിലേക്കാണ് അല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കാണ്. നന്മയുടെ തട്ട് കൂടിയാൽ സ്വർഗ്ഗമുണ്ട് എന്നാണല്ലോ പറഞ്ഞു. അമ്മാമൻ തഖുലതു മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആ ആയത്ത് നമ്മൾ കേട്ടു. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നന്മ പോലും നിസാരമാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? അതൊരു ചെറിയ കാര്യമല്ലേ, അതൊരു സുന്നത്തല്ലേ, അതൊക്കെ അത്ര വലിയ ഗൗരവമുണ്ടോ എന്നാർക്കെങ്കിലും വല്ല നന്മയുടെ വിഷയത്തിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. നമ്മുടെ നന്മകളൊക്കെ ചെയ്തിട്ടുള്ള തട്ടുകൾ അതൊക്കെ ഒരു തട്ടിലേക്ക് വെച്ചു, തിന്മകളൊക്കെ മറ്റേ തട്ടിലേക്കും വെച്ചു. അത് രണ്ടും തുല്യമായി നിൽക്കുന്ന രംഗം ആലോചിച്ച് നോക്കിക്കണി. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കും. നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായിട്ട് മീസാൻ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും? എന്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക? റബ്ബേ, ഒരു നന്മ കൂടി, ഒരു ദിക്ർ കൂടി, ഒരു സുന്നത്ത് നിസ്കാരം, ഒരായത്തെങ്കിലും ഞാൻ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സ്വർഗം കിട്ടില്ല. എങ്കിൽ അതേ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ തിന്മയുടെ കാര്യത്തിലൂടെ നോക്കിക്കണേ. ചിലപ്പോഴൊക്കെ ചില തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, അത് ഹറാമാണോ ശിർക്കാണോ? ശിർക്കാണെങ്കിൽ ഞാൻ ചെയ്യൂല, ഹറാമ് വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ തൗബ ചെയ്യാൻ. ഇനി ഹറാമാണെങ്കിൽ തന്നെ അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ? ചെറിയ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ചെറിയ തെറ്റാണെങ്കിലും അത് ഹറാമിലേക്ക് എത്തുന്നതാണോ അതല്ല കറാഹത്തല്ലേ? നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുക പലതും. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ആ രണ്ട് തട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ, നന്മയും തിന്മയും തുല്യമായി നിൽക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ ഒരു കളവ്, ഒരൊറ്റ കളവ്, അത് ഏതിലേക്കാണ് വരിക? നന്മയിലാണോ തിന്മയിലാണോ? തിന്മയിലേക്കല്ലേ. നമ്മൾ പറഞ്ഞ ഒരു മോശമായ വാക്ക്, നമ്മുടെ വാക്കിലോ പ്രവർത്തനത്തിലോ വന്ന മോശത്തരങ്ങൾ, നമ്മൾ നിസ്സാരമെന്ന് കരുതിയ പല കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തായാലും നന്മയുടെ തട്ടിലല്ലല്ലോ, അത് തിന്മയുടെ തട്ടിലേക്കാണെങ്കിൽ പ്രിയപ്പെട്ടവർ അവിടെ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒന്നും നിസ്സാരമാക്കരുത്. സ്വഭാവത്തിൻ്റെ വിഷയത്തിലാവട്ടെ, സംസാരത്തിൻ്റെ വിഷയത്തിലാവട്ടെ, നിസ്സാരവൽക്കരിക്കരുത്. അഞ്ചാമതായിക്കൊണ്ട് മീസാനിൽ കനം തൂങ്ങുന്ന വളരെയേറെ വലിയ പ്രാധാന്യമുള്ള, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്ന ഒരു രൂപമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്ത് കാണാൻ വേണ്ടി പോകുക, മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു വരിക. ആ മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന വരെ അറിയൂല. മയ്യത്ത് കണ്ടു എന്നതുകൊണ്ട് മയ്യത്തിനോ കാണാൻ പോയ ആളുകൾക്കോ പ്രത്യേകിച്ച് വല്ല പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നു, അതുകൊണ്ട് അയാളുടെ ഒരു നന്മയും കൂടുന്നില്ല. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടും. നമ്മൾ ഒരുപാട് മയ്യത്ത് കാണാൻ വേണ്ടി പോയി, കണ്ടു എന്നുള്ളതല്ല, മറിച്ച് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിത്തബഅ ജനാസ ഫസല്ല അലൈഹ. ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നു എന്നിട്ട് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്തുണ്ട്. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ ഷഹിദ ദഫ്നഹാ, മറമാടുന്നത് വരെ അവൻ നിൽക്കുകയാണെങ്കിൽ, ആ മയ്യത്തിനെ മറമാടുന്നത് വരെ നിൽക്കുകയാണെങ്കിൽ ഫലഹു ഖീറാത്താൻ, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, എന്താണ് ഖീറാത്ത്? അൽ ഖീറാത്തു മിസ്ലു ഉഹുദിൻ,
ഉഹുദ് മലയോളം പ്രതിഫലം. ഉഹുദ് മലയോളം പ്രതിഫലം. മദീനത്ത് പോയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഏകദേശം 20 കിലോമീറ്ററോളം അകലമുണ്ട് ഈ ഉഹുദ് മലയുടെ വലിപ്പം, അതിൻ്റെ നീളം. അത്രയും വലിയ പ്രതിഫലം കിട്ടും. എന്താ ചെയ്യേണ്ടത്? മയ്യത്തിൻ്റെ കൂടെ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചാൽ ഒരു ഉഹുദ് മലയോളം പ്രതിഫലം. അത് കഴിഞ്ഞു, പിന്നെ പുറത്തിറങ്ങല്ല, നേരെ മയ്യത്തിൻ്റെ കൂടെ തന്നെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന ഖബർസ്ഥാനിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഏറി വന്ന ഒരു 15 മിനിറ്റ് കൂടി നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കിട്ടുന്നത് 2 ഉഹുദ് മലയോളമുള്ള പ്രതിഫലം. ഈ ഹദീസൊക്കെ പിന്നീട് സ്വഹാബത്ത് കേട്ടിട്ട് പറയുന്നുണ്ട്, എൻ്റെയൊക്കെ ജീവിതത്തിലെ എത്രത്തോളം ഖിറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചപ്പെടല്ലാതെ, നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായി രക്തബന്ധമുള്ളവർ മരിച്ചപ്പെടല്ലാതെ ആ ഒരു മയ്യത്ത് ഖബറടക്കുന്നിടത്ത് നമ്മൾ ചെന്നിട്ടുണ്ടോ? ആ മയ്യത്ത് ഖബറടക്കിയതിന് ശേഷം ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള തസ്ബീത്ത് ചൊല്ലുക എന്നുള്ളത്, ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളെ പരലോകത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, എന്ത് പ്രതിഫലമാണ് നമുക്കുണ്ടാകുക എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുക.